46-ാം വയസ്സിലും റഹീം ഡിവൈഎഫ്ഐയിൽ. പിണറായിയുടെ ധാർഷ്ട്യവും ഗോവിന്ദൻ്റെ ഭാഷയും തിരിച്ചടിച്ചുവെന്ന് വിമർശനം. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നിവർക്കെതിരെയാണ് പ്രധാനമായും വിമർശനമുള്ളത്. പിണറായിയുമായി ബന്ധപ്പെട്ട മൈക്ക് വിഷയം, വീട്ടിൽ പോയി ചോദിക്കുക എന്ന പരാമർശം തുടങ്ങിയവ തിരിച്ചടിയുണ്ടാക്കിയെന്നാണ് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാണിക്കുന്നത്. 46-ാം വയസ്സിലും റഹീം ഡിവൈഎഫ്ഐയിൽ തുടരുന്നതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണക്കാർ പിണറായിയും MV ഗോവിന്ദനും KK രാഗേഷുമാണെന്നാണ് സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. പിണറായിയുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടിച്ചു. മൈക്ക് ഓപ്പറേറ്റർമാരോട് പ്രതികരിക്കുന്ന രീതി, വീട്ടിൽ പോയി ചോദിക്കുക എന്ന പത്തനംതിട്ടയിൽ പ്രസംഗത്തിനിടെ നടത്തിയ പരാമർശം എന്നിവയെല്ലാം പാർട്ടിക്കും മുന്നണിക്കും അവമതിപ്പുണ്ടാക്കി. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ല MV ഗോവിന്ദൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗം ശരിയല്ലെന്നും വിമർശനമുയർന്നു. MV ഗോവിന്ദൻ്റെയും KK രാഗേഷിൻ്റെയും പ്രവർത്തന ഫലമായാണ് പയ്യന്നൂർ, തളിപ്പറമ്പ് പോലുള്ള പാർട്ടി കോട്ടകളിൽ പോലും LDF തോൽക്കാൻ കാരണമെന്നും സമ്മേളനത്തിൽ ആരോപണമുയർന്നു. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രാഗേഷ് പൂർണ്ണ പരാജയമാണ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവായ റഹീം തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്നത് അംഗീകരിക്കാനാവുന്നതല്ല. 35 വയസ്സായ മേഖലാ ഭാരവാഹികളെ മാറ്റാൻ തിടുക്കം കാണിക്കുന്ന അതേ നേതൃത്വമാണ് 46 വയസ്സായിട്ടും റഹീമിനെ ഡിവൈഎഫ്ഐയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നതെന്നും വിമർശനമുണ്ടായി.